സർക്കാരിന്റെ PM ശ്രീ വിദ്യാഭ്യാസ പദ്ധതിയെ പിന്തുണച്ച് കോൺഗ്രസ് MP ശശി തരൂർ രംഗത്ത്. കേരളം കേന്ദ്ര ഫണ്ട് വാങ്ങരുതെന്ന നിലപാട് മണ്ടത്തരമാണെന്ന് തരൂർ പറയുന്നു. തനിക്ക് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം കേന്ദ്രം നൽകിയാൽ 1500 കോടി രൂപയോളം കേരളത്തിലെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഉപയോഗിക്കാമെന്ന് തരൂർ വ്യക്തമാക്കി. കേരളത്തിലെ നികുതിദായകരുടെ പണം തന്നെയാണ് ഇത്. അവരുടെ പേരിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ട് സ്വീകരിക്കാത്തത് അവരെ തന്നെ ശിക്ഷിക്കുന്നതാണ് എന്നാണ് തരൂർ പറഞ്ഞത്. കേരളത്തിലെ ചില രാഷ്ട്രീയ കക്ഷികൾ PM ശ്രീ പദ്ധതിയോട് എതിർപ്പ് പ്രകടിപ്പിച്ചതിനെതിരെ തരൂർ കഠിനമായി പ്രതികരിച്ചു. ഫണ്ട് വാങ്ങിയാൽ കേന്ദ്ര പാഠ്യപദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടി വരും എന്നത് പൂർണ്ണമായും തെറ്റായ ധാരണയാണ്. അത് ആത്മവിശ്വാസമില്ലായ്മയാണ് എന്നാണ് തരൂർ പറഞ്ഞത്. തരൂരിന്റെ വാക്കുകളിൽ നമ്മുടെ സ്കൂളുകളുടെ മേൽക്കൂരകൾ അറ്റകുറ്റപ്പണികൾക്കായി പണം വേണം, അധ്യാപകർക്ക് ശമ്പളവും സൗകര്യങ്ങളും വേണം, കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസ അന്തരീക്ഷം വേണം. അതിനായാണ് ഈ ഫണ്ട്. അതിനെ രാഷ്ട്രീയ വിഷയമാക്കരുന്നത് ശരിയല്ല. ഫണ്ട് വാങ്ങരുതെന്ന് പറയുന്നത് മണ്ടത്തരമാണ് എന്നാണ് തരൂർ വ്യക്തമാക്കിയത്. ഫണ്ട് സ്വീകരിച്ചതുകൊണ്ട് കേന്ദ്രം സംസ്ഥാനത്തിന്റെ പാഠ്യപദ്ധതിയിൽ ഇടപെടുമെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്നും കേരളത്തിന് എന്ത് പഠിപ്പിക്കണം എന്ത് പഠിപ്പിക്കരുത് എന്നത് കേരളം തന്നെ തീരുമാനിക്കും. ഈ പണം സ്വീകരിച്ചതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം ആരുടെയും കയ്യിൽ പോകില്ല. കേരളത്തിന്റെ വിദ്യാഭ്യാസം എത്ര പുരോഗമിച്ചതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതിനാൽ ആത്മവിശ്വാസത്തോടെ നാം ഈ ഫണ്ട് സ്വീകരിക്കണം എന്നാണ് തരൂർ പറഞ്ഞത്. PM ശ്രീ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി 2022 ആരംഭിച്ചതാണ്. രാജ്യത്തുടനീളം 14,500-ലധികം സ്കൂളുകൾ ഈ പദ്ധതിയുടെ പരിധിയിൽ വരും. ഈ പദ്ധതിയുടെ ലക്ഷ്യം നിലവിലുള്ള സ്കൂളുകൾ മോഡൽ സ്കൂളുകളാക്കി വികസിപ്പിക്കുക എന്നതാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അധ്യാപക പരിശീലനം ഉറപ്പാക്കുക, ഡിജിറ്റൽ വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുക, വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരവും ഉൾക്കൊള്ളലും ഉറപ്പാക്കുക എന്നതും പദ്ധതിയുടെ പ്രധാന ഘടകങ്ങളാണ്. കേരളം ഇതിന്റെ ഭാഗമായി ഏകദേശം 1500 കോടി രൂപ ലഭിക്കേണ്ടതായിട്ടാണ് കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ ഇതിൽ പങ്കെടുക്കുന്നതിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. LDF ഘടകമായ CPI ഉൾപ്പെടെയുള്ള ചില പാർട്ടികൾ ഈ പദ്ധതി കേന്ദ്ര അധിനിവേശമാണെന്ന ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. ഈ വാദങ്ങൾക്കെല്ലാം എതിരെ നേരിട്ട് പ്രതികരിച്ചിരിക്കുകയാണ് തരൂർ. വിദ്യാഭ്യാസം രാഷ്ട്രീയത്തിന്റെ വിഷയമാക്കരുത്. നമ്മുടെ കുട്ടികൾക്ക് നല്ല സ്കൂളുകൾ വേണം, നല്ല സംവിധാനങ്ങൾ വേണം. അതിനായി കേന്ദ്ര ഫണ്ടുകൾ നമുക്ക് ആവശ്യമാണ്. നികുതിദായകർക്ക് അതിൽ അവകാശമുണ്ട്. ഫണ്ട് വാങ്ങുന്നത് കേന്ദ്രത്തോട് വഴങ്ങലല്ല, അത് കേരളത്തിന്റെ അവകാശം ഉറപ്പിക്കലാണ് എന്നാണ് തരൂർ പറഞ്ഞത്. ഫണ്ട് സ്വീകരിക്കുമ്പോൾ നമുക്ക് സ്വന്തം നിബന്ധനകളും നയതന്ത്രവുമുണ്ട്. സംസ്ഥാനത്തിന്റെ സ്വാതന്ത്ര്യം നഷ്ടമാകില്ല. പാഠ്യപദ്ധതി മാറ്റാനോ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയത്തിൽ ഇടപെടാനോ കേന്ദ്രത്തിന് അധികാരമില്ല എന്നും തരൂർ ഉറപ്പിച്ചു പറഞ്ഞു. കേരളം എപ്പോഴും വിദ്യാഭ്യാസ രംഗത്ത് മുന്നിലായിരുന്നു. ഇപ്പോഴും നാം അതേ നിലയിൽ തുടരണമെങ്കിൽ വികസന പദ്ധതികൾക്ക് പിന്തുണ നൽകണം. PM ശ്രീ ഫണ്ട് സ്വീകരിക്കേണ്ടത് അതിനുള്ള ഒരു വഴിയാണ് എന്നാണ് തരൂർ പറഞ്ഞു വെച്ചത്. പാരമ്പര്യമായി നോക്കുമ്പോൾ ശശി തരൂരിന്റെ നിലപാട് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനോട് ചേർന്നതല്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇതിനെക്കുറിച്ച് ആശയവിനിമയവും അഭിപ്രായ ഭിന്നതകളും ഉറപ്പായും ഉണ്ടാകാനും സാധ്യതയുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് ഇതുവരെ PM ശ്രീ പദ്ധതിയെ എതിർത്തിട്ടില്ലെങ്കിലും കേന്ദ്ര പദ്ധതികളിലൂടെ സംസ്ഥാനത്തിന്റെ സ്വയംഭരണത്തെ ബാധിക്കരുത് എന്ന നിലപാടാണ് അവർ എപ്പോഴും എടുത്തത്. അതായത് പദ്ധതിയുടെ ആത്മാവിനെ പിന്തുണച്ചാലും കേന്ദ്ര നിയന്ത്രണം വിദ്യാഭ്യാസ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നത് അവർ എതിർക്കും. വിദ്യാഭ്യാസം സംസ്ഥാന വിഷയമായതിനാൽ പാഠ്യപദ്ധതി നിയന്ത്രണം കേന്ദ്രത്തിന്റെ കയ്യിലാക്കരുത് എന്നതാണ് കോൺഗ്രസിന്റെ പൊതുവായ വാദം. ഈ നിലപാട് പാലിക്കുന്ന സംസ്ഥാന നേതാക്കൾക്ക് തരൂരിന്റെ മണ്ടത്തരം എന്ന പരാമർശം അല്പം കടുപ്പമായി തോന്നാനും സാധ്യതയുണ്ട്. ശശി തരൂർ പാർട്ടിക്കുള്ളിൽ എപ്പോഴും സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന നേതാവാണ്. പാർട്ടി നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി വസ്തുനിഷ്ഠമായ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കാറുണ്ട്. അതിനാൽ തരൂരിന്റെ ഈ പ്രസ്താവനയും അങ്ങനെ തന്നെ കണക്കാക്കപ്പെടും. ഒരു വ്യക്തിപരമായ യുക്തിപരമായ അഭിപ്രായം. പാർട്ടി നിലപാട് മാറ്റാനുള്ള ശ്രമമല്ല എന്ന് തരൂർ തന്നെ സൂചിപ്പിച്ചാലും അതും അവിടെ തന്നെ ചെന്ന് നിൽക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ K സുധാകരനും ഇപ്പോൾ PM ശ്രീയെ തുറന്ന് എതിർക്കുന്ന നിലപാട് എടുത്തിട്ടില്ല. പക്ഷേ ഇടതു പാർട്ടികളെ പോലെ കേന്ദ്ര പദ്ധതികൾ മുഖേന പാഠ്യ നിയന്ത്രണം വരരുത് എന്ന മുന്നറിയിപ്പ് അവർ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അതിനാൽ തരൂരിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ
പാർട്ടിക്കുള്ളിൽ നമ്മുടെ രാഷ്ട്രീയ നിലപാടിനൊപ്പം പൊരുത്തപ്പെടാത്തതാണ് തരൂരിന്റെ ഭാഷ എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ തരൂരിന്റെ രാഷ്ട്രീയ തരത്തിലുള്ള സ്വാധീനവും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ യുക്തിപരമായ വാദങ്ങൾ എന്നിവയൊക്കെ പാർട്ടി നേതൃത്വം ഉടൻ പ്രതികരിക്കാൻ സാധ്യതയില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാനും സാധ്യതയുണ്ട്.